ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് കണ്ടോളൂ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. കൊണ്ടാട്ടമുളകും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കൊണ്ടാട്ടമുളകും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റി ആവുമെന്ന് തോന്നും. പക്ഷേ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനായി ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഒരു 8-10 കൊണ്ടാട്ടമുളക് ഇട്ടിട്ട് 8-10, അതിൽ കൂടുതലായാലും കുറഞ്ഞാലും വിരോധമൊന്നുമില്ല. അല്ല, കുറയണ്ട, കൂടുതലായ വിരോധമില്ല. അത്രയും മുളകിട്ടിട്ട് നമ്മൾ കൊണ്ടാട്ടമുളക് വറുത്ത് കോരില്ലേ, അതേമാതിരി തന്നെ വറുത്ത് കോരുക കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് വലിയ കൊണ്ടാട്ടമുളകാണ് കേട്ടോ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു 200 ഗ്രാമോളം വെണ്ടയ്ക്ക അതിനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതേമാതിരി ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ വറക്കണം കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ബ്രൗൺ കളർ ആവണ വരെയും വറക്കുക. എൻ്റെ ഇപ്രാവശ്യം ഇത്തിരി വറവ് ചുരുങ്ങി, പക്ഷേ നല്ലോണം വറക്കണം. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ വെണ്ടയ്ക്കയും ഇതും വറുത്ത് കോരിയ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കടുകിടുക. കടുകിട്ട് പൊട്ടിയ ഉടനെ തന്നെ ഒരു 2-3 വറ്റൽമുളക്, അത് നിങ്ങളുടെ ഇഷ്ടം, അത് ഇട്ട് അതും ഒന്നാവുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഞാനൊരു 10-12 വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കൂടിയാലും വിരോധമൊന്നുമില്ല. അത് ഇതിലോട്ട് കൊട്ടുക. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടി അല്ലെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില ഇടുക. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു മണം വരുമല്ലോ, പക്ഷേ ബ്രൗൺ ആവണ്ട കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു 2 കപ്പ് തൈര് എടുക്കുക. തൈര് ഒന്ന് അടിക്കണം, കാരണം തൈരിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. 2 കപ്പ് തൈര് എടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര. അത് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇടുമ്പോൾ കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക, കാരണം ആ കട്ടയ്ക്ക് ഒന്ന് പോകാനായിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 4 വെള്ള ചീനിമുളക് കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിടുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. എരിവിന് അത് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ എന്തായാലും അതും വട്ടത്തിൽ അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഞാൻ അതിടുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അടുപ്പത്ത് വെച്ച് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ തൈര് അടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇത് ഓഫ് ചെയ്ത ശേഷം, തീയെ ഓഫ് ചെയ്ത ശേഷമാണ് ആ തൈര് ഒഴിക്കേണ്ടത്. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തൈര് ഇതിലോട്ട് ഒഴിക്കുക. നമ്മൾ സ്റ്റവ് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. എന്ന ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് അടച്ച് വെക്കണം. അടച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കൊണ്ടാട്ടമുളകിൻ്റെയും വെണ്ടയ്ക്കയുടെയൊക്കെ സത്ത് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ തൈര് നമ്മൾ കുറച്ച് വെള്ളമാക്കണം കേട്ടോ, കാരണം ഇതൊന്ന് കറി ഒന്ന് കട്ടിയാവും, കാരണം വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.